Hi everyone, welcome to my new video. My name is Serafina. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കിനെ പറ്റിയിട്ടാണ്. മാത്രമല്ല ആ ഒരു ബുക്കിലൂടെ നമ്മുടെ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എങ്ങനെ നമുക്കൊരു റിച്ച് പേഴ്സൺ ആയിട്ട് മാറാം എന്നുള്ളതാണ് ഈ ഒരു ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ബുക്കിനെ പറ്റിയിട്ട് ആസ് യൂഷ്വൽ എൻ്റെ ലൈഫ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്കിനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറും അതുപോലെ അതിൻ്റെ ചെയർമാനുമായിട്ടുള്ള ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ആ ഒരു കോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട, നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കോട്ടാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളെ അത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കോട്ടാണ്. ആ കോട്ട് ഇങ്ങനെയാണ്: If you are born poor, it's not your mistake. But if you are die poor, it's your mistake. ഇത് പലരും കേട്ടിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോഴൊന്നും അല്ല ഇതൊക്കെ പലരും കേൾക്കുന്നത്. ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണല്ലേ. അപ്പം ഈ ഒരു കോട്ടിൽ പറയുന്നത്, നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനായിട്ട് ജനിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ കുഴപ്പമല്ല. ഇപ്പം നിങ്ങളുടെ ഫാമിലി ഒരു പാവപ്പെട്ട ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കും ജനിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു പാവപ്പെട്ടവനായിട്ട് മരിക്കുന്നത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടാണ്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉയരണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഉയരാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബുക്കിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട റോബർട്ട് കിയോസാക്കി എഴുതിയ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്കാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബുക്കാണ് ഗായ്സ് ഇത്. അപ്പം എന്നോട് ഇതിനു മുന്നേ 2-3 പേരിങ്ങനെ കുറച്ച് ബുക്സ് റെഫർ ചെയ്ത് തരാമോ എന്ന് നേരിട്ട് ചോദിച്ചവരുണ്ട്. അപ്പോൾ അവരോടെല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ്. ഇപ്പം നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വായിച്ചിരിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഇംപ്രൂവ് ചെയ്യിക്കുന്ന കാര്യങ്ങളുള്ള ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ടോപ്പ് 10 എന്തായാലും ഉണ്ടായിട്ടുള്ള ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ചുമ്മാ ഒന്ന് വായിച്ചു തീർക്കേണ്ട ഒരു ബുക്കൊന്നും അല്ല, മറിച്ച് ഇതൊരു പാഠപുസ്തകമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള നമ്മുടെ സിലബസിൽ ആഡ് ചെയ്ത് നമ്മുടെ ഒരു പാഠ്യ വിഷയമാക്കി മാറ്റേണ്ടതാണ്. ഞാനത് വെറുതെ ഒരു ഭംഗിവാക്ക് പറയല്ല ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിലുള്ള പല കാര്യങ്ങളും നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് സ്കൂളിൽ നിന്നൊന്നും ബേസിക് ആയിട്ട് വേണ്ട ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഒന്നും ലഭിക്കുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ എത്ര പേര് പണം എങ്ങനെ കറക്റ്റായിട്ട് വിനിയോഗിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏത് സ്കൂളിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. കൊമേഴ്സ് പഠിക്കുന്നവർക്കാണെങ്കിലും എക്കണോമിക്സ് പഠിക്കുന്നവർക്കാണെങ്കിലും പ്രോപ്പറായിട്ട് നമുക്ക് ഒരു മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ല. പക്ഷെ കുറച്ച് ടേംസും ഇക്വേഷൻസും എല്ലാം പഠിപ്പിച്ച് നമുക്കൊരു എക്സാമിന് പാസ്സാക്കുന്ന രീതിയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു റെഫറൻസ് ബുക്കായിട്ട് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഗൈസ്. അപ്പം ഈ ഒരു ബുക്കിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. എന്തായാലും നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ബുക്ക് വായിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഫുള്ള് വായിച്ച് തീരുമ്പം ഇതിനകത്ത് നിന്ന് നമുക്ക് മെയിനായിട്ട് 7 പോയിന്റ്സ് നമുക്ക് കിട്ടും. നിങ്ങളത് ഫുള്ള് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 7 മൂല്യം നിറഞ്ഞ, അതായത് എത്രയും വാല്യുബിൾ ആയിട്ടുള്ള 7 അഡ്വൈസസ് ആണ് റോബർട്ട് കിയോസാക്കിയുടെ ഈ ഒരു ബുക്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു ബുക്ക് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നും അദ്ദേഹം ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബുക്ക് അദ്ദേഹം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ബുക്ക് തുടങ്ങുമ്പം ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാചകമുണ്ട്. ഞാനതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആ ഒരു ലൈനിലൂടെയാണ് നമ്മളുടെ ഈ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ആരംഭിക്കുന്നത്. വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ബിക്കം റിച്ച് ആൻഡ് അറ്റൈൻ ഫിനാൻഷ്യൽ ഫ്രീഡം? കണ്ടില്ല, പലപ്പോഴും നമ്മളിൽ പലരും ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുക അല്ലേ.
പെട്ടെന്ന് എങ്ങനെ റിച്ച് ആവാം, എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റിച്ച് ആകാനും അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനും പറ്റുന്ന ഈസിയസ്റ്റ് വേ എന്താണെന്നാണ് ഈ ഒരു ബുക്കിന്റെ ഫസ്റ്റ് ലൈനിലൂടെ തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും റിച്ച് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സെന്റൻസ് ആയിരിക്കും ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിൽ നമ്മുടെ ഓതറിന് 2 അച്ഛന്മാരുണ്ട്, തെറ്റിദ്ധരിക്കരുത്. അതായത് ഒന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ഫാദർ, അദ്ദേഹം ഒരു വലിയ PhD ഒക്കെ ഉള്ള ഒരു കോളേജിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, അദ്ദേഹത്തിന് PhD ബിരുദമൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മകനെ നല്ലൊരു വിദ്യാർത്ഥിയാക്കണം, ഇതേപോലെ ഒരു വലിയ എന്താ പറയുന്ന ആ ഒരു ലെവലിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മകനോട് എപ്പോഴും വിദ്യാഭ്യാസം ചെയ്യണം, വിദ്യാഭ്യാസം മാത്രമാണ് നിന്നെ ലൈഫിൽ മുന്നോട്ട് എത്തിക്കുന്നത് എന്നൊക്കെ ഉപദേശിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ അച്ഛൻ എന്ന് പറയുന്നത് നമ്മളുടെ കഥാനായകന്റെ ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മൈക്കിന്റെ ഫാദറാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം എന്താ പറയുന്നത്, എഡ്യൂക്കേഷൻ വെച്ച് നോക്കണമെങ്കിൽ വളരെ ഫെയിലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് 8ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ, പരീക്ഷകളിലൊക്കെ വളരെ പിന്നോട്ട് പോയി വലിയ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഒരു മില്യണയർ ആണ് ഗൈസ്. അതായത് അദ്ദേഹത്തിന് കോടികളുടെ ആസ്തിയുണ്ട്, വലിയൊരു ബിസിനസ് മാൻ ആണ്. അദ്ദേഹം ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫാണ് നയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 പിതാക്കന്മാര്, 2 അച്ഛന്മാരുടെ ഉപദേശത്തിന് കീഴിൽ വളർന്നു വന്ന ഒരാളാണ് നമ്മുടെ കഥാകൃത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എങ്ങനെ റിച്ച് ആകണം, എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റിച്ച് ആകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു ബുക്കിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള, ഇതിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. മണി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദി എബിൾസ്. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ മോശം കാര്യങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പണമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പണത്തിന്റെ പിന്നാലെ പായരുത് എന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ പറയുന്നത്. പക്ഷേ ഈ റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത് നോട്ട് ഹാവിങ് ഇനഫ് മണി ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദ എവിൾസ്. അതായത് ആവശ്യത്തിന് പണമില്ലാത്തതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന്. അപ്പൊ എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, പണമില്ലാത്തതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഇപ്പോൾ ആൾക്കാർ മോഷ്ടിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഇല്ലാത്തത് കൊണ്ടാണ് അവർ മോഷ്ടിക്കുന്നത്. അതുപോലെ ഓരോ ക്രൈം ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് നല്ലതാണ്, ക്രൈംസ് ഒക്കെ വളരെ നല്ലതാണ്, അവർ പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നല്ല. നമ്മൾ അവിടെ ക്രൈം എന്നുള്ളതിനേക്കാൾ ഉപരി ലീഗലായിട്ട് നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പണത്തിനെ സ്നേഹിക്കുക. അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. പിന്നുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അപ്പം ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബുക്കിൽ, റോബർട്ട് കിയോസാക്കിയുടെ ഈ ഒരു ബുക്കിലെ ഫസ്റ്റ് പോയിന്റ്, ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് പണം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അതിനൊരു റോങ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണരുത്. പണത്തിനെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കാം. ദെൻ റോബർട്ട് കിയോസാക്കിയുടെ സെക്കൻഡ് പോയിന്റ് ആണ്, അതായത് ഇദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനങ്ങൾ, ഇപ്പൊ അതൊരു കാറാവാം, ഒരു ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ പറയും, ഓ നമുക്കതൊന്നും അഫോർഡബിൾ അല്ല, അതൊക്കെ പണക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ റിച്ച് ആയിട്ടുള്ള ഡാഡ് പറയുന്നത് നമുക്കത് എങ്ങനെ അച്ചീവ് ചെയ്യാം, നമുക്കത് എങ്ങനെ വാങ്ങിക്കാം, ഹൗ ടു അച്ചീവ് ഇറ്റ്, അങ്ങനെയാണ് പറയുന്നത്. അതാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലേ. നമ്മളൊരു കാര്യം കാണുമ്പം അത് നമുക്ക് അഫോർഡബിൾ അല്ല, വിട്ടേക്കാം, അങ്ങനെ ചിന്തിക്കുന്നതിലും എത്രയോ വലിയൊരു കാര്യമാണ് ആ സാധനം വാങ്ങിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ പറയും കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും, അത് ശരിയാണ്. പക്ഷെ ആ ഒരു സാധനം നമ്മുടെ കൊക്കിൽ ഒതുക്കാൻ വേണ്ടി, നമ്മളുടെ കൊക്ക് വലുതാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പൊ അദ്ദേഹം ആദ്യം ആ ഒരു സാധനത്തിന്റെ വില നോക്കും, എന്തുമാത്രം വിലയുണ്ട്, പിന്നീട് ആലോചിക്കും അത് നമ്മൾക്ക് ആവശ്യമുണ്ടോ. ഉണ്ട് എന്നാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ സാധനം സ്വന്തമാക്കാനുള്ള, പണം സമ്പാദിക്കാനുള്ള വഴികളാണ് അദ്ദേഹം പിന്നീട് നോക്കുന്നത്. അപ്പം അതാണ് നമ്മളുടെ സെക്കൻഡ് പോയിന്റ്. അപ്പം അദ്ദേഹം പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്, ഒരിക്കലും പറയാൻ പാടില്ല നമുക്കിത് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല, ഇത് അഫോർഡബിൾ അല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല എന്ന് അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് നമ്മളുടെ
പാവപ്പെട്ട അച്ഛനുണ്ടല്ലോ, അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ഡാഡ് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നെവർ ടേക്ക് എ റിസ്ക്. ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ റിസ്ക് എടുക്കരുത്. അതായത് റിസ്ക് എടുക്കാനുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ആ ഒരു ലൈഫ് നയിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ റിസ്ക് എടുക്കുക, റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നേരിടാൻ പഠിക്കുക. റിച്ച് ഡാഡ് പറഞ്ഞിരിക്കുന്നത് ലൈഫിൽ എപ്പോഴും റിസ്ക് ഉണ്ടാവും, എന്തിന്റെ പിന്നിലും റിസ്ക് ഉണ്ടാവും. ആ റിസ്കിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മളുടെ റിച്ച് ഡാഡ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലൈഫിൽ റിസ്ക് എടുത്തിട്ടുള്ളവൻ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു സിറ്റുവേഷൻ വരുമ്പം ആ സിറ്റുവേഷനെ എങ്ങനെ നമുക്ക് നേരിടാമെന്ന് പഠിക്കണം, റിസ്കിനെ ഫേസ് ചെയ്യാൻ പഠിക്കണം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ആണ്, അതായത് പുവർ ഡാഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗോ ടു സ്കൂൾ, ഗെറ്റ് എ ഡിഗ്രി, ഗെറ്റ് എ ജോബ്, ഗെറ്റ് സെറ്റിൽ. സ്കൂളിൽ പോവുക, പഠിക്കുക, ഡിഗ്രി നേടുക, സെറ്റിൽ ആവുക. പഠിച്ച് ജോലി നേടുക മാത്രമേ നിനക്കൊരു സെറ്റിൽഡ് ലൈഫ് കിട്ടത്തുള്ളൂ, നിനക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. എന്നാൽ നമ്മുടെ റിച്ച് ഡാഡ് പറഞ്ഞത് എന്താണെന്നറിയോ? ഗെറ്റ് എഡ്യൂക്കേഷൻ, ലേൺ ടു മാനേജ് മണി. മനസ്സിലായില്ലേ? അതായത് എഡ്യൂക്കേഷൻ വേണം, അതുപോലെ തന്നെ പണത്തിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിക്കുക. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായിട്ട് മാറുക. നിങ്ങളൊരു ജോലി വാങ്ങിക്കാൻ നടക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ കഴിയണം. അപ്പൊ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുമ്പോൾ എന്തായാലും അവർക്ക് സാലറി കൊടുക്കണം. അതിന് നമ്മളുടെ കയ്യിൽ എന്ത് വേണം? നമ്മളുടെ കയ്യിൽ അതിൽ ക്യാഷ് വേണം. അപ്പൊ ആ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുക, സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് റിച്ച് ഡാഡ് കൊടുക്കുന്ന ഉപദേശം. നെക്സ്റ്റ് നമ്മുടെ റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്ന അടുത്ത പോയിന്റ് ആണ്, ലൈഫിൽ നിങ്ങൾ എത്രത്തോളം പണം ഉണ്ടാക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ഇൻകം ഉണ്ടാക്കാം. ആ ഉണ്ടാക്കുന്ന പണത്തിനെ നിങ്ങൾ ലൈഫിൽ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. മനസ്സിലായില്ലേ? അതായത് പണത്തെ ഒരു ലോങ് ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടിയാൽ ആ പണത്തിനെ ഒരു നല്ല രീതിയിൽ നാളത്തേക്ക് എനിക്ക് അതിൽ നിന്നും കൂടി ഇൻകം ഉണ്ടാക്കണം, അങ്ങനെ മാറ്റാൻ കഴിയണം. അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ലൈഫിൽ നമ്മൾ എന്താണ് അസറ്റ് എന്നും എന്താണ് ലയബിലിറ്റി എന്നും അറിഞ്ഞിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റും ഇത് തന്നെയാണ്. റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റ് ആണ് എന്താണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അതിൽ നിന്നും വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു കാർ എടുത്തു, ആ കാറ് ഞാൻ റെന്റിന് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്നും കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതെനിക്കൊരു അസറ്റാണ്. അതുപോലെ ഞാനൊരു ലാൻഡ് വാങ്ങിച്ചു, ആ ലാൻഡിൽ ഞാൻ പേ ആൻഡ് പാർക്കിംഗ് അതിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് അതിൽ നിന്നും ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു അസറ്റാണ്. മനസ്സിലായില്ലേ? അപ്പം റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ സ്റ്റോക്ക്, ബിസിനസ്, ഇതെല്ലാം അസറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്നും പണം ചെലവായിക്കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ലോൺ എടുത്തൊരു ലക്ഷറി കാർ വാങ്ങിക്കുകയാണ്, അതിൽ നിന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടുന്നില്ല, മറിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പൈസ പോകണം, മന്ത്ലി അതിൻ്റെ ലോൺ നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ ഈ ലോണ്, ക്രെഡിറ്റ് കാർഡ്, എക്സെട്രാസ്, ഇതെല്ലാം എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പം നമുക്കൊരു അസറ്റ് ഉണ്ടാക്കാനുള്ള മാർഗം നമ്മുടെ ലൈഫിൽ കണ്ടുപിടിക്കണം എന്നാണ് റിച്ച് ഡാഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗ്രാജുവലി കുറേ നാൾ കഴിയുമ്പം അതിൽ നിന്നും നമുക്ക് ഇൻകം കിട്ടിത്തുടങ്ങും. ആൻഡ് ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്, റിച്ച് ഡാഡ് 3 കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ലൈഫിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിലേക്ക് പൈസ വരുന്നതും പൈസ പോകുന്നതും അനലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു മിഡിൽ ക്ലാസ്സുകാരൻ, ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾ. പാവപ്പെട്ട ഒരാൾ ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്, അയാൾക്ക് പൈസ കിട്ടുന്നുണ്ട്, അത് അയാൾ പല രീതിയിലും ചെലവാക്കുന്നുണ്ട്. ഒരു പക്ഷെ അയാൾക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം, കറണ്ട് ബില്ല് അടയ്ക്കണം, കേബിൾ അടയ്ക്കണം, ഇന്റർനെറ്റിന് വേണ്ടി പൈസ കൊടുക്കണം, ടാക്സ് അടയ്ക്കണം, പിന്നെ അതുപോലെ അയാളുടെ ട്രാവൽ ഫെയർ ഇതെല്ലാം കൊടുക്കണം. ഇങ്ങനെ അതുപോലെ ചിലവർ അനാവശ്യമായിട്ട് മദ്യപിച്ചും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പൈസ കളയും. സോ അങ്ങനെ ഒരു ഇത്. അതുപോലെ മിഡിൽ ക്ലാസ്സിലാണെങ്കിലും അവർക്ക് ചിലപ്പം ലോൺ എടുത്തിട്ടായിരിക്കും അവർ വീട് വെച്ചിട്ടുണ്ടാവുക, കാർ വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം തിരിച്ചടയ്ക്കണം. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്നും ഒരു നല്ലൊരു എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് പോവാണ്. പ്രത്യേകിച്ച് വലിയ സേവിങ്സിനൊന്നും അവർക്ക് പറ്റുന്നില്ല.
അതുപോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു ഇൻകം കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ അവരൊരു അസറ്റ് ക്രിയേഷന് വേണ്ടി മാറ്റിവെക്കും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അസറ്റിൽ നിന്നും കൂടി അവർക്ക് ഇൻകം കിട്ടാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് പല സോഴ്സാണ് പൈസ ഉണ്ടാക്കാൻ. സോ അങ്ങനെ അവർ വീണ്ടും റിച്ച് ആയിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് റിച്ച് ആവാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്നാണ് അദ്ദേഹം നമ്മുടെ ഈ ഒരു ബുക്കിലൂടെ, റോബർട്ട് ടി കിയോസാക്കി അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കും റിച്ച് ആവാം എന്നുള്ളതാണ്. നമുക്ക് ലൈഫിൽ ലയബിലിറ്റി തരുന്ന കാര്യങ്ങളെ ആണോ കൂടുതൽ വേണ്ടത്, അതോ അസറ്റ് തരുന്ന കാര്യങ്ങൾക്കാണോ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.